സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിൽ പ്രത്യേകിച്ച് വാട്സാപ്പ് സ്റ്റേറ്റസുകളിലും ഇൻസ്റ്റാ സ്റ്റോറികളിലും ട്രെൻഡായിക്കൊണ്ടിരിക്കുന്ന വൈറലായിക്കൊണ്ടിരിക്കുന്ന ഗൂഗിളിലെ ജെമിനി AI ഉപയോഗിച്ചുകൊണ്ട് ക്രിയേറ്റ് ചെയ്തുകൊണ്ട് ഉണ്ടാക്കുന്ന 3D ഫിൽട്ടർ ഇമേജ്, ഇതുമായി ബന്ധപ്പെട്ട് അത് എങ്ങനെയാണ് ആ ഇമേജ് ഉണ്ടാക്കുന്നത് എന്ന് വിശദീകരിക്കുന്ന വീഡിയോ ആണ്. ഒന്ന് ശ്രദ്ധിച്ച് കേൾക്കുക. ഇപ്പോൾ വൈറലായിക്കൊണ്ടിരിക്കുന്ന ഇതുപോലത്തെ 3D ഇമേജസ് നിങ്ങൾക്ക് നിങ്ങളുടെ ഫോട്ടോ വെച്ച് എങ്ങനെ ഉണ്ടാക്കാൻ പറ്റും നോക്കിയാലോ. സംഭവം വളരെ സിമ്പിളാണ്. അക്കൗണ്ട് ഒന്ന് ഫോളോ ചെയ്ത് വെച്ചേക്ക്. ബാക്കി ഡീറ്റെയിൽസ് ഞാൻ വരിക പറയാം. ഇതിനായിട്ട് നിങ്ങൾ ജെമിനി ആപ്പ് ഓപ്പൺ ചെയ്യുക. ജെമിനി ആപ്പ് സോഷ്യൽ മീഡിയയിലെ ഒരു പുതിയ ട്രെൻഡാണ് ഇപ്പോൾ ഇങ്ങനെ പ്രതിമ രൂപത്തിലുള്ള ഈ ഒരു 3D ഇമേജ്. ഇങ്ങനെയുള്ള ഒരുപാട് ട്രെൻഡുകളും അനാചാരങ്ങളും സോഷ്യൽ മീഡിയയിൽ ഇടയ്ക്കിടയ്ക്ക് വരാറുണ്ട്. ആ സമയത്തൊന്നും ഇസ്ലാമിൻ്റെ പേരിൽ ജീവിക്കുന്ന മുസ്ലിമീങ്ങളായ നമ്മൾ അനാചാരങ്ങൾക്കും ട്രെൻഡുകൾക്കും ബാക്കിൽ നടക്കേണ്ടവരല്ല. നാം ട്രെൻഡിൻ്റെയും അനാചാരത്തിൻ്റെയും ആളുകളല്ല. മാത്രമല്ല, ഈ രൂപത്തിൽ പ്രതിമ രൂപത്തിലുള്ള ഫോട്ടോ നമ്മുടെ ഫോണിലും നമ്മുടെ വീട്ടിലുമൊക്കെ സൂക്ഷിക്കുന്നത് നമ്മുടെ വീട്ടിൽ ബറക്കത്ത് ഇല്ലാതാകാൻ, ദാരിദ്ര്യമുണ്ടാകാൻ, റഹ്മത്തിൻ്റെ മലക്കുകൾ നമ്മുടെ വീട്ടിൽ പ്രവേശിക്കാതിരിക്കാൻ അത് കാരണമാകുന്നതിൽ സംശയമില്ല. ഇമാം ബുഖാരി റഹ്മത്തുള്ളാഹി അലൈഹി അവിടുത്തെ ജാമിഉ സ്വഹീഹിൽ റിപ്പോർട്ട് ചെയ്ത ഹദീസ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് കാണാം. ലാ തദ്ഖുലുൽ മലായികത്തു ബൈതൻ ഫീഹി ഖൽബുൻ വലാ സൂറ. പിന്നെ പ്രതിമകളും രൂപങ്ങളും ഉള്ള വീട്ടിൽ ഒരിക്കലും റഹ്മത്തിൻ്റെ മലായികത്ത് പ്രവേശിക്കുകയില്ല എന്ന് പറഞ്ഞാൽ ആ വീട്ടിൽ ബറക്കത്തുണ്ടാവുകയില്ല, എപ്പോഴും ദാരിദ്ര്യവും കഷ്ടപ്പാടും ഉണ്ടാകും എന്നതാണ്. എന്ന് മാത്രമല്ല, നബിദിനാഘോഷവും പിന്നെ നബിതങ്ങളുമായി ബന്ധപ്പെട്ട സന്ദേശങ്ങൾ കൂടുതൽ വൈറലായിക്കൊണ്ടിരിക്കുന്ന, നബിതങ്ങളുടെ സന്ദേശങ്ങൾ വ്യാപകമായി പ്രചരിക്കുന്ന, അവിടുത്തെ സുന്നത്തുകൾ ഏറെ ഫോളോ ചെയ്യേണ്ട ഈ പ്രത്യേകമായ സാഹചര്യത്തിൽ നാം ഈ രൂപത്തിലുള്ള ട്രെൻഡുകൾക്ക് ബാക്കിൽ പോകാതെ നബിതങ്ങളുടെ സുന്നത്ത് ഫോളോ ചെയ്യുന്നവരാവുക, നബിതങ്ങളുടെ പാത പിൻപറ്റുന്നവരാവുക, നബിതങ്ങളെ മാതൃകയാക്കുന്നവരാവുക. ഇമാം തുർമുദിയും അബൂദാവൂദും ഇബ്നു മാജയും അഹ്മദും റിപ്പോർട്ട് ചെയ്ത ഹദീസിലായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തന്നെ പറഞ്ഞത് കാണാം. ഫഇന്നഹു മയ്യഇശ് മിൻകും ഫസയറ ഇഖ്തിലാഫൻ കസീറ ഫഅലൈക്കും ബിസുന്നതി വസുന്നത്തിൽ ഖുലഫാഇർ റാഷിദീൻ അൽ മഹ്ദിയീൻ. നിങ്ങൾ എനിക്ക് ശേഷം ജീവിക്കുകയാണെങ്കിൽ നിങ്ങളുടെ കാലഘട്ടത്തിൽ ഒരുപാട് ട്രെൻഡുകളും അനാചാരങ്ങളും ഈ രൂപത്തിൽ പ്രതിമകളെ നിർമ്മിച്ചുകൊണ്ടുള്ള 3D ഫിൽട്ടർ ഇമേജുകളും ഒക്കെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിൽ വരും. ആ സമയത്ത് നിങ്ങൾ എൻ്റെ സുന്നത്താകുന്ന ചര്യയും അതുപോലെ 4 ഖലീഫമാരുടെ ചര്യയും പിൻപറ്റുന്നവരാകണം, അത് അനുഗമിക്കുന്നവരും ഫോളോ ചെയ്യുന്നവരാകണമെന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മുസ്ലിമീങ്ങളായ മുഅ്മിനീങ്ങളായ നമുക്ക് നൽകുന്ന സന്ദേശം. എന്ന് മാത്രമല്ല, ട്രെൻഡുകളും അനാചാരങ്ങളും ഇതുപോലത്തെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിൽ പ്രതിമകൾ ഉണ്ടാക്കി കോലം ഉണ്ടാക്കുന്ന രൂപത്തിൽ 3D ഫിൽട്ടർ ഇമേജുകൾ വ്യാപകമാകുന്ന വൈറലാകുന്ന കാലഘട്ടത്തിൽ നബിതങ്ങൾ പറഞ്ഞ സ്വഹീഹായ ഹദീസ് ഇമാം ഹാഫിദുൽ മുൻസിരി അവിടുത്തെ അത്തർഗീബ് വത്തർഹീബ് എന്ന ഗ്രന്ഥത്തിൽ റിപ്പോർട്ട് ചെയ്തത് കാണാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, മൻ തമസ്സക ബിസുന്നതി ഇൻദ ഫസാദി ഉമ്മത്തി ഫലഹു അജ്റു മിഅത്തി ഷഹീദ്. ആരെങ്കിലും ട്രെൻഡും അനാചാരവും വ്യാപകമാകുന്ന കാലഘട്ടത്തിൽ അതിനെ ഫോളോ ചെയ്യാതെ എൻ്റെ സുന്നത്തിനെ മുറുകെ പിടിക്കുകയാണെങ്കിൽ അവനിക്ക് ഇസ്ലാമിക യുദ്ധ